എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വലിയ അത്ഭുതങ്ങളുടെ പെരുമഴ നമ്മൾ പലപ്പോഴും അറിയാറില്ല. എന്ന് വെച്ചാൽ ചില വിടുതലുകളും ചില അനുഗ്രഹങ്ങളും നമ്മളുടെ കരത്തിലോട്ട് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതായിരുന്നു എന്ന് നമ്മൾക്ക് പലപ്പോഴും തിരിച്ചറിയുവാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ബുദ്ധി കൊണ്ട് വിചാരിക്കുമ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് നടന്ന ഒരു പ്രോസസ്സിംഗ് ആയിട്ട് നമ്മൾക്ക് പലപ്പോഴും തോന്നും. എന്നാൽ അത് പലപ്പോഴും എന്താണ്, ഈസി ആയിട്ടുള്ള പ്രോസസ്സിംഗ് അല്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മഹാശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്തായ കരമിറങ്ങി അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. എന്നാൽ അതിൻ്റെ സത്യം അതാണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക് വേണ്ടി അതിശക്തമായിട്ട് ചില മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കുമ്പോൾ സംഭവം ചെറുതായിരിക്കും, എന്നാൽ നമ്മൾ റിസൾട്ട് കാണുമ്പോൾ അത് ഈസി ആണെന്ന് തോന്നും. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വലുതായിരുന്നുവെന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. അതുകൊണ്ട് നമ്മളുടെ കരത്തിൽ കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ, ചില വിടുതലുകൾ, ചില നന്മകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു നന്ദി കൊണ്ടൊക്കെ ഒതുക്കി അങ്ങ് പോകും, അല്ലേ? നമ്മൾ അറിയണം അത് എത്ര വലുതായിരുന്നുവെന്നും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതായിരുന്നുവെന്നും എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ നന്മ എൻ്റെ കയ്യിലോട്ട് വരുവാൻ ഒത്തിരി അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ കാര്യങ്ങളിൽ നമ്മളെപ്പോഴും നന്ദി പറയുമ്പോൾ ഒറ്റ വാക്കിൽ നന്ദി കർത്താവേ എന്ന് നന്ദി പറയുന്നവരാണെങ്കിൽ നന്ദി കർത്താവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകത്തേ ഉള്ളൂ. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. നമ്മളുടെ ഇസ്രായേൽ മക്കളെ നമ്മളുടെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മിസ്രൈമിൽ നിന്ന് അവരെ മോശയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവന്നു. നമ്മൾക്കറിയാം അവരെ എവിടെ കൊണ്ടുവന്ന് നിർത്തി? ചെങ്കടലിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ഈ ചെങ്കടൽ കടന്നു വേണം ഇവർക്ക് അക്കരെ കടക്കുവാനായിട്ട്. അപ്പോൾ അവരവിടെ നിലവിളിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ ദൈവം എന്താണ്, മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങോട്ട് നീട്ടിക്കോളാൻ പറഞ്ഞു. മോശ വടി നീട്ടി അല്ലെങ്കിൽ കരം നീട്ടി. അപ്പോൾ എന്താ സംഭവിച്ചത്? ചെങ്കടൽ രണ്ടായി പിളർന്ന് ഉണങ്ങിയ നിലമായിട്ടുള്ള വഴി അവിടെ തുറന്നു വന്നു. അവിടെ ഇസ്രായേൽ മക്കൾ കാണുമ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി അവിടെ, അല്ലേ? മോശ കരം നീട്ടി, അവിടെ ചെങ്കടൽ രണ്ടായി പിളർന്നു. അവിടെ എന്താണ്, ഉണങ്ങിയ നിലമായ വഴി അവിടെ തുറന്നു വന്നു. ആ വഴിയിലൂടെ അവർ അക്കരെ കടന്നു. അത്ര ഇസ്രായേൽ മക്കളുടെ കണ്ണിൽ അവർ കണ്ടിട്ടുള്ളൂ. എന്നാൽ നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ 14-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അത് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, രാത്രി മുഴുവൻ യഹോവയാം ദൈവം എന്താണ്, ശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ രണ്ടായി വിഭാഗിച്ചു എന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും, അല്ലേ? എന്ന് വെച്ചാൽ വെള്ളം രണ്ട് മതിലായിട്ട് നിന്നു. അങ്ങനെ ആ ശക്തിയേറിയ ദൈവത്തിൻ്റെ ആ ഒരു കാറ്റിനാലാണ് അവിടെ വെള്ളം രണ്ടായി മതിലായി നിന്നതും അതിൻ്റെ ഉണങ്ങിയ നിലമായിട്ടുള്ള വഴി അവിടെ തുറന്നു വന്നതുമെന്ന് നമ്മൾ കണ്ടു. ഈ പ്രോസസ്സിങ് ആര് കണ്ടില്ല? ഇസ്രായേൽ മക്കൾ കണ്ടില്ല. അവരെന്തേ കണ്ടുള്ളൂ? അവർ മോശ കരം നീട്ടിയപ്പോൾ അവിടെ വഴി തുറന്നു വന്നു, അത് മാത്രമേ അവർ കണ്ടുള്ളൂ. എന്നാൽ രാത്രി മുഴുവനും ദൈവം എന്താ ചെയ്തത്? രാത്രി മുഴുവനും ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് ദൈവം അവിടെ അടുപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ആ വഴി തുറന്നു വന്നത് എന്നുള്ളത് ദൈവത്തിനറിയാം, അല്ലേ? എന്നാൽ അത് ആർക്കറിഞ്ഞുകൂടാ? എനിക്ക് തോന്നുന്നു മോശ പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും മോശയ്ക്ക് അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അത് ഇസ്രായേൽ മക്കളും അത് അറിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും ചില അനുഗ്രഹങ്ങളും നന്മകളും വാഗ്ദത്തങ്ങളും നമ്മളുടെ കരത്തിലോട്ട് ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ കരം പ്രവർത്തിച്ചു എന്ന് നമ്മൾ പലപ്പോഴും അറിയത്തില്ല. നമ്മൾ വിചാരിക്കും, ഇത് ഈസി ആയിട്ട് നമ്മൾക്കത് സാധിച്ചു കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അങ്ങനെയല്ല. ഓരോ ചെറിയ അനുഗ്രഹം എന്ന് നമ്മൾക്ക് തോന്നുന്നതും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തി നടന്നിട്ടുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ല എങ്കിലും നമ്മൾക്ക് പലപ്പോഴും ഈസി ആയിട്ട് തോന്നും. നമ്മളുടെ ജീവിതത്തിൽ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ, ദൈവത്തെ അറിയാത്ത വ്യക്തികളോട് സാക്ഷ്യം പറയുമ്പോൾ അവരെന്താ പറയുക? അവർ പറയും, ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ദൈവത്തെ ആരാധിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ സാക്ഷ്യത്തെ ചിലപ്പോൾ എന്ത് കാണിക്കും? തുച്ഛീകരിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവർക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ പിന്നിൽ നമ്മൾക്ക് തരത്തില്ല എന്ന്, അല്ലേ? ഈ പിശാചിനും വ്യക്തികൾക്കും പോരാട്ടമുള്ളത് എപ്പോഴും ആരോടാണ്? വാഗ്ദത്ത സന്തതികളോടാണ്. അപ്പോൾ ഈ മറ്റവർക്ക് ചിലപ്പോൾ എന്താണ്, ദൈവത്തെ ആരാധിക്കാത്തവർക്ക് അത് ഈസി ആയിട്ട് ലഭിക്കും. അവർക്ക് അതിനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. എന്നാൽ ഇവിടെ എന്താണ്,
ഇവിടെ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ നന്മ അവരുടെ കരത്തിലോട്ട് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എത്ര ചെറുതെന്ന് നമ്മൾക്ക് തോന്നുന്നതും എത്ര വലുതെന്ന് തോന്നുന്ന അനുഗ്രഹങ്ങളാണെങ്കിലും നമ്മൾ ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ആ നന്ദി നമ്മളുടെ വായിൽ നിന്ന് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം അതിൻ്റെ ആ ഒരു അതിൻ്റെ പിന്നിലത്തെ ആ ഒരു കരം, ദൈവം പ്രവർത്തിച്ച കരം എത്ര വലുതായിരുന്നുവെന്ന് ദൈവം നമ്മൾക്കത് മനസ്സിലാക്കി തരും. അപ്പോൾ എന്താണ്, നമ്മൾക്കൊന്നും കൂടെ നന്ദിയാൽ നമ്മളുടെ ഹൃദയം, അല്ലേ, ഒരു പാട്ടുണ്ട്, നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വഴികളെ ഓർത്ത്, അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചുമ്മാ പാട്ടുകാരനോടുകൂടെ പാടുന്നതല്ല. നമ്മൾക്കറിയാം അത് എത്രമാത്രം ദൈവം നമ്മളെ നടത്തിയ വഴികൾ എത്ര വലുതായിരുന്നുവെന്ന് നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോൾ അത് വെളിപ്പെടുത്തി തരുമ്പോഴാണ് നമ്മൾക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹമുണ്ടാവുകയും ദൈവത്തോട് നമ്മൾക്കൊരു വല്ലാത്ത ഒരു നന്ദി, നമ്മളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന നന്ദി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായവും അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്തോട്ട് നമ്മൾക്കൊന്ന് വരാം. അപ്പോൾ അതിനകത്ത് ഒരു ഇൻസിഡൻറ്റ് തന്നെ രണ്ട് വിധത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് ഇച്ചിരി വിശദീകരിച്ചും ഒന്ന് വേറൊരു വിധത്തിൽ വിശദീകരിച്ചും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ആഴം എത്ര വലുതായിരുന്നുവെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾക്കറിയാം ഇതിനകത്ത് എന്താ പറയുന്നത്, അതിനകത്ത് നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അത് രണ്ടിനകത്തും എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു, അല്ലേ. എന്നിട്ട് മരിച്ചിട്ട് എന്താ ചെയ്തത്, യേശു ക്രിസ്തുവിനെ അവരെന്ത് ചെയ്തു, ഒരു വലിയ കല്ലറയ്ക്കകത്ത്, ഒരു പുതിയ കല്ലറയ്ക്കകത്ത് യേശു ക്രിസ്തുവിനെ അടക്കി. എന്നിട്ട് അടക്കിയിട്ട് സാധാരണ ഒരു വ്യക്തിയെ അടക്കുന്നത് പോലെ അല്ല അവിടെ അടക്കിയത്. അവിടെ എന്താ ചെയ്തത്, അവിടെ മറ്റാർക്കും കൊടുക്കാത്ത വലിയൊരു എന്താ പറയുക ഒരു പൂട്ട് അവിടെ ഇട്ടു. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു പുറത്തോട്ട് വരും, അതായത് 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഇവരെന്താ ചെയ്തത്, റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ടൊക്കെ അവർ ഭയങ്കരമായിട്ട് അവരെ കൊണ്ട് ആകുന്ന വിധത്തിൽ വലിയ കല്ല് വെച്ചിട്ട് അടച്ചു. അതുകൂടാതെ അതുകൂടാതെ അതിന് വലിയ മുദ്രകളൊക്കെ പതിപ്പിച്ച് എല്ലാ വിധത്തിലും എല്ലാ സംവിധാനങ്ങളും കൊണ്ട് അവരതിനെ അടച്ചു പൂട്ടി വെച്ചു. എന്ന് വെച്ചാൽ യേശുക്രിസ്തു അതിനകത്ത് ഉയർത്തെഴുന്നേറ്റാൽ പോലും പുറത്തോട്ട് വരരുത് എന്നുള്ള രീതിയിൽ അവരതിങ്ങനെ അടച്ചു പൂട്ടി മുദ്രയിട്ട് വെച്ചു. പക്ഷേ നമ്മൾക്കറിയാം 3-ാമത്തെ ദിവസം, അല്ലേ, യേശുക്രിസ്തുവിൻ്റെ ശബത്ത് നാളിൻ്റെ 1-ാമത്തെ ദിവസം, ആഴ്ചയുടെ 1-ാം വട്ടത്തിൽ തന്നെ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ ഞായറാഴ്ച ആയിരിക്കാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അടക്കി 3-ാമത്തെ ദിവസം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, നമ്മളുടെ മഗ്ദലക്കാരത്തി മറിയവും പിന്നെ മറ്റൊരു മറിയവും, നമ്മുടെ ഇതിനകത്ത് വേറൊരു മറിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്തോട്ട് അത് വരുമ്പോൾ എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്, യാക്കോബിൻ്റെ അമ്മയായ മറിയ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും രണ്ട് മറിയമാരും കൂടെ എങ്ങോട്ട് പോയി, കല്ലറയ്ക്കകത്തോട്ട് പോകുക. എന്തിനാ, യേശുക്രിസ്തുവിന് സുഗന്ധ തൈലമൊക്കെ പൂശാൻ വേണ്ടിയിട്ട് അവർ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇപ്പോൾ ഇവർ ആ ഒരു രീതിയിലോട്ട് അവർ ചെല്ലണമെങ്കിൽ ഇവർ സാധാരണഗതിയിലാണ് യേശുക്രിസ്തുവിനെ അടക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സാധാരണ ഒരു വ്യക്തിയെ കല്ലറയ്ക്ക് അടയ്ക്കുമ്പോഴുള്ള അടച്ചുപൂട്ടലുകളെ ഉള്ളൂ എന്ന് കരുതിയാണ് ആര് പോയിരിക്കുന്നത്, ഈ രണ്ട് മറിയമാരും കൂടെ അങ്ങോട്ട് പോയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു യേശുക്രിസ്തുവിനെ വളരെ ശക്തമായിട്ട് ഒരിക്കലും പുറത്തു വരരുത് എന്ന വിധത്തിൽ ഇവർ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഈ മറിയമാർക്ക് രണ്ടുപേർക്കും അറിയത്തുണ്ടായിരുന്നില്ല. എന്നാലും അവർ പറയുന്നുണ്ട്, അവർ പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, എന്താണ്, ആര് നമ്മൾക്ക് വേണ്ടി ഈ കല്ലുരുട്ടി മാറ്റുമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കല്ലറയുടെ സാധാരണക്കാരെ അടക്കുന്ന ഒരു കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റാൻ സ്ത്രീകൾക്കൊന്നും പറ്റത്തില്ല. കാരണം അത് വലിയ കല്ല, അത്രയും ഉരുട്ടി മാറ്റാനുള്ള ആരോഗ്യം സ്ത്രീകൾക്കില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മൾക്ക് വേണ്ടിയിട്ട് ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. പക്ഷേ ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചിരിക്കുന്നത്, വലിയ ഭൂകമ്പം ഉണ്ടായി. എന്ന് വെച്ചാൽ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള വലിയൊരു സൗണ്ട് അവിടെ ഉണ്ടായി, സ്വർഗത്തിൽ നിന്നും വലിയ സൗണ്ട് ഉണ്ടായി. എന്നിട്ട് അതിനുശേഷം എന്താ സംഭവിച്ചത്, ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് ഇവർ കണ്ടു. എന്നിട്ട് എന്താണ്, ആ കല്ലിൻ്റെ പുറത്ത് ആര് കയറിയിരിക്കുക, ഒരു ദൂതൻ അങ്ങോട്ട് കയറിയിരിക്കുക. എന്നിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചാണ് വന്നതല്ലേ, യേശുക്രിസ്തു ഇവിടെ ഇല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് ശിഷ്യന്മാരോട് പോയി പറയണം. അതിന് മുൻപേ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കല്ലറയുടെ അകമൊന്ന് പോയി കണ്ടോളാൻ പറഞ്ഞുകൊണ്ട് ദൂതൻ അവർക്ക് ആ കല്ലറയുടെ അകത്ത് കയറുവാനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ ഈ പെണ്ണുങ്ങൾ എന്താ ചെയ്തത്, ഈ മറിയമാർ രണ്ടുപേരും കൂടെ കല്ലറയ്ക്കകത്ത് കയറി, അല്ലേ. കല്ലറയ്ക്കകത്ത് കയറിയപ്പോൾ എന്താണ്, അവിടെ യേശുക്രിസ്തുവില്ല. യേശുക്രിസ്തുവിൻ്റെ തലയിൽ ഇത് വെച്ചിരുന്ന അതൊക്കെ, ആ തുണിയൊക്കെ അവിടെ മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു, അല്ലേ.
എന്നിട്ട് ഇവർ കണ്ടിട്ട് ഇവർ പുറത്തിറങ്ങി. ഇവർ വളരെ സന്തോഷത്തോടെ ഇവർ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി ഇച്ചിരി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, അവർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷനായി അല്ലേ. പ്രത്യക്ഷനായിട്ട് അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞത് എന്താ, എൻ്റെ ശിഷ്യന്മാരോട് പോയിട്ട് പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ ഗലീലയിൽ വെച്ചിട്ട് അവരെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് പറഞ്ഞു വിടുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ മറ്റൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവിൻ്റെ അവിടെ ആ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി എന്നും ആ കല്ലറയ്ക്ക് മുൻപിൽ വലിയ ഭൂകമ്പം ഉണ്ടായി എന്നും ആ കല്ല് ഉരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ദൂതൻ കയറിയിരിക്കുന്നതും ഈ രണ്ട് മറിയമാർ മാത്രമല്ല കണ്ടത്, മറ്റാരും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. യേശുക്രിസ്തു പുറത്തു ഇറങ്ങരുത് എന്ന് പറഞ്ഞ് കാവൽ നിന്നിരിക്കുന്ന പടയാളികളും കൂടെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്തത്, ഇവർ വേഗം പേടിച്ചിട്ട് അത് മഹാപുരോഹിതന്മാരെയൊക്കെ പോയി അറിയിച്ചു അല്ലേ. എന്നിട്ട് അവരോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് നാണക്കേടല്ലേ, അവർ പൂട്ടിക്കെട്ടി എല്ലാ വിധത്തിലും യേശുക്രിസ്തുവിനെ അടച്ചു പൂട്ടി. പക്ഷേ യേശുക്രിസ്തു പുറത്തോട്ട് വരരുത്, വന്നു. ഇനി വന്നു കഴിഞ്ഞിട്ട് ഇനി എന്താണ്, ഇവരുടെ എല്ലാ കുരുക്കുകളെയും അഴിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, അത് നാട്ടുകാരറിയരുത്. അറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ നാട്ടുകാരോട് പറയണം ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ശിഷ്യന്മാർ വന്നിട്ട് യേശുക്രിസ്തുവിനെ എടുത്തുകൊണ്ട് പോയി, അല്ലാതെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതൊന്നുമല്ല, അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് നിങ്ങൾ പോയിട്ട് കള്ളസാക്ഷി പറയണം. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപശ്രുതി നിങ്ങൾ നാട് മുഴുവൻ പറഞ്ഞ് നടക്കണം. അതിന് നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് അവർക്ക് അതിനുള്ള പ്രതിഫലവും ഒക്കെ കൊടുത്തു. അപ്പോൾ അവരോട് എനിക്ക് തോന്നുന്നു അത് ഒരു ഹിഡനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കുവാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചിട്ടുണ്ടാകും അല്ലേ. അവർ ഒരു കാര്യം മാത്രമായിരിക്കത്തില്ല പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞു കാണും, ഞങ്ങൾ മാത്രമല്ല ഈ രണ്ട് സ്ത്രീകളും കൂടെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാകണം അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അവർ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ എടുത്തുകൊണ്ട് പോയി എന്ന് നിങ്ങൾ കള്ളക്കഥ പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചവർക്ക് പൈസ കൊടുത്താൽ ഇതേ പുരോഹിത വർഗം ആരോട് പറഞ്ഞിട്ടുണ്ടാകണം, ഇവരോട് പറഞ്ഞിട്ടുണ്ടാകണം, ഈ പല പടയാളികളോട് പറഞ്ഞിട്ടുണ്ടാകണം, ഒരു കാര്യം ചെയ്യും, ആ സ്ത്രീകൾ പുറത്തു പോകാത്ത വിധത്തിൽ അവരെയും കൂടി അതിനകത്ത് വെച്ചിട്ട് അങ്ങ് പൂട്ടി ആ കല്ലങ്ങ് ഉരുട്ടി അങ്ങ് വെച്ചോളാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇത് എന്താണ്, ഇത് ഇവർ തിരിച്ചു വന്ന് ഇവർ ചെയ്യുമെന്ന് ഇത് മുന്നമേ അറിഞ്ഞിരുന്ന ദൈവത്തിൻ്റെ ദൂതനെ അവിടെ ഇറക്കി ആ കല്ല് ഉരുട്ടി മാറ്റി അതിൻ്റെ പൊക്കത്ത് ദൂതനെ കയറ്റി ഇരുത്തി അല്ലേ. ദൂതനെ കയറ്റി ഇരുത്തിയപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ കല്ലുരുട്ടി അവരെ മൂടുവാനായിട്ട് പറ്റത്തില്ല. ആരെ മൂടുവാൻ പറ്റത്തില്ല, ഈ സ്ത്രീകളെ മൂടുവാൻ പറ്റത്തില്ല. അല്ലായിരുന്നുവെങ്കിൽ, ദൂതൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു, ഇവർ ആ കല്ല് ഉരുട്ടി ആ സ്ത്രീകൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെങ്ങോട്ട് പോകും, അവരതിനകത്തോട്ട് പോയി നോക്കുമല്ലേ. അപ്പോൾ അവരകത്തോട്ട് കയറിയ സമയത്ത് ഇവർ വേണമെങ്കിൽ ആ കല്ല് വെച്ചിട്ട് അവരെ അടയ്ക്കുവാനുള്ള ചാൻസും കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്, ദൈവത്തിൻ്റെ ദൂതനെ ആ കല്ലിൻ്റെ പൊക്കത്ത് അവിടെ ഇരുത്തിയത്. എന്ന് വെച്ചാൽ ദൂതനെ തട്ടി മാറ്റിയിട്ട് ഇവർക്ക് ആ കല്ല് വെച്ചിട്ട് അവരെ അടയ്ക്കാൻ പറ്റത്തില്ല. ദൂതൻ ആ കല്ലിൻ്റെ പൊക്കത്ത് കാവലായിട്ടിരുന്നു. എന്നിട്ടാണ് ഇവരോട് പറഞ്ഞത്, നിങ്ങൾ ആരോട്, ഈ മറിയമാരായ രണ്ടുപേരോടും പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് നോക്ക്, അവിടെ നിങ്ങളുടെ ദൈവം അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവരോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ ദൂതൻ കാവലിരുന്നിട്ട് അവരോട് പോയി നോക്കുവാനായിട്ട് പറഞ്ഞത്. ഇത് മറിയമാർ രണ്ടുപേരും അറിഞ്ഞില്ല അല്ലേ. ഇങ്ങനെ ഒരു കെണിയുണ്ട് എന്ന് ഇവർ രണ്ടുപേരും അറിഞ്ഞില്ല. എന്നാൽ ഇത് സ്വർഗത്തിലെ ദൈവം മുന്നമേ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മറുപണി ആര് ചെയ്തു വെച്ചു, ദൈവം ചെയ്തു വെച്ചു. ഇത് അവരറിഞ്ഞില്ല. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കറിഞ്ഞുകൂടാ, എല്ലാം ഒന്നും ദൈവം നമ്മളെ അറിയിക്കത്തില്ല. ഇനി ആ മറിയമാർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെന്താണ്, അവർ പോകത്തുണ്ടായിരുന്നില്ല അല്ലേ. അവർ പേടിച്ച് നിൽക്കുമായിരുന്നു. അയ്യോ നമ്മൾ പോകുമ്പോൾ ഇവർ വന്ന് പൂട്ടുമോ എന്ന് ഇവർ പേടിച്ച് പോകുമായിരുന്നു. ഇനി ദൂതനുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ പോകത്തില്ല. കാരണം എന്താ, ഇവർക്ക് ദൂതൻ്റെ ശക്തി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവർ പോകത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇവരെ അറിയിച്ചില്ല. ഇവരെ ഭയപ്പെടുത്താതെ ദൈവം എന്താണ്, എന്നാൽ അല്പസ്വല്പം ഇവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇവർ ഈ ഒരു വിഷയം, ഇങ്ങനെ ഒരു കുരുക്കുണ്ടെന്ന് ഇവരറിഞ്ഞില്ല. എന്നാൽ ഇത് മുന്നമേ അറിഞ്ഞ ദൈവം എന്താണ്, അതിനുള്ള പ്രതിവിധിയും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓർക്കുക, ഇതുപോലെ തന്നെയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലും. നമ്മൾ അറിയാതെ നമ്മൾക്കെതിരെ ശത്രു പല പല കെണികളും കുരുക്കുകളും ഒരുക്കും. നമ്മളെ
പൂട്ടുവാൻ എല്ലാ വിധത്തിലും ചില തന്ത്രങ്ങൾ ഒരുക്കും. നമ്മളെ പൂട്ടിക്കെട്ടി അടച്ചു വെക്കുവാൻ സകല കുതന്ത്രങ്ങളും പിശാചായവനും ചില വ്യക്തികളും ചേർന്ന് ഒരുക്കും. എന്നാൽ അവിടെ ദൈവം നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി നമ്മളെ സംരക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളൊന്നൊരു കേടും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ രാവിലെ പോവുക ജോലിക്കായിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമായിട്ട് നമ്മൾ പുറത്തോട്ട് പോവുക. ചിലർ വാഹനവുമായിട്ട് പോകുന്നു, ചിലർ നടന്നു പോകുന്നു, ചിലർ സ്കൂട്ടറുമായിട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ വിധത്തിൽ ബൈക്കുമായിട്ടൊക്കെ പോകുന്നു. രാവിലെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല സുന്ദരമായിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ നമ്മളുടെ കാര്യം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറി നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഇനി നന്ദി പറയുന്നവരാണെങ്കിൽ പറയും കർത്താവേ അങ്ങനെ കാത്തു പരിപാലിച്ചല്ലോ എന്ന് പറയും. പക്ഷേ ചിലപ്പോൾ ചില ഇൻസിഡൻറ്റുകൾക്ക് പിന്നിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്കെതിരെ ചില കുരുക്കുകളും കെണികളും അവിടെ പതിയിരുന്നിട്ടുണ്ടാകാം. ചില ആക്സിഡൻറ്റിൻ്റെ സ്പിരിറ്റുകൾ പതിയിരുന്നിട്ടുണ്ടാകാം. നമ്മൾ പോലും അതറിയാതെ ദൈവം അതിനെ തട്ടി മാറ്റിയിട്ടാണ് നമ്മളിന്ന് സ്റ്റേണായിട്ട് വീട്ടിൽ വന്ന് കയറിയത് എന്നുള്ളൊരു യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് അറിഞ്ഞുകൂടാ നമ്മളെ ഓരോ ദിവസവും ദൈവം എങ്ങനെയാണ് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എത്ര ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ദൈവം നമ്മൾക്ക് വേണ്ടി കരുതി എന്നുള്ളതും പലപ്പോഴും നമ്മൾ അറിയത്തില്ല. നമ്മളെ പൂട്ടുവാൻ, നമ്മളെ കുരുക്കിട്ട് പൂട്ടുവാൻ, നമ്മളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ, അല്ലെങ്കിൽ നമ്മളെ പരസ്യക്കോലമാക്കുവാൻ, മറ്റുള്ളവർ നമ്മൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞ് നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ അല്ലേ ദൈവം നമ്മൾ തകർന്നു പോകാതെ നമ്മളെ അവർക്ക് വിട്ടുകൊടുക്കാതെ നമ്മളെ പരിപാലിച്ച് നിർത്തിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി, ദൈവത്തിൻ്റെ ദൂതൻ്റെ ശക്തമായ ഇടപെടലുകളൊക്കെ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടാകും. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഓരോ നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാണ് എങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതാണെന്ന് തിരിച്ചറിഞ്ഞും ഓരോ ദിവസവും നമ്മൾ നന്ദി പറയുവാൻ തയ്യാറാകണം. ശക്തമായി തന്നെ നന്ദി പറയണം. ഇന്ന് വരെ പറഞ്ഞതുപോലെ ഒരൊറ്റ വാക്കിലല്ല, ശക്തമായിട്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയുവാൻ തയ്യാറാകണം. അങ്ങനെ നന്ദി പറയുവാൻ തയ്യാറാകുമ്പോഴുണ്ടല്ലോ ദൈവം നമ്മൾക്ക് അതിൻ്റെ പിന്നിൽ ദൈവം നമ്മൾക്ക് വേണ്ടി എത്ര വില മുടക്കി എന്നുള്ളത് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരും. ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു എന്ന് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരും. നമ്മൾ പലപ്പോഴും പരാതികളും പരിഭവങ്ങളും ഒക്കെ അല്ലേ എപ്പോഴും പറയുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും നമ്മളെ എത്ര ശ്രേഷ്ഠകരമായിട്ട് ദൈവം നമ്മളെ പരിപാലിച്ചു. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ, നമ്മളെ കാരാഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ചില അടച്ചുപൂട്ടലുകൾക്ക് നമ്മളെ വിട്ടുകൊടുക്കാതെ, ചില അപവാദ പ്രചരണങ്ങളിൽ നമ്മൾ തളർന്നു പോകാതെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്. അതിൻ്റെ പിന്നിൽ ദൈവവും ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി വലുതാണ് എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ദൈവത്തോട് ശക്തമായിട്ട് നന്ദി പറയുവാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോഴുണ്ടല്ലോ നമ്മളുടെ ജീവിതത്തിൻ്റെ വരാൻ പോകുന്നതും വന്നു കഴിഞ്ഞത് എല്ലാം ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരും. എന്നിട്ട് എങ്ങനെ നമ്മൾക്ക് വിടുതൽ തരുമെന്നും എങ്ങനെ വിടുതൽ തന്നുവെന്നും ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ടിടയാകും. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.